ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായി ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്റ്റൈലിലുള്ള കുമ്പളങ്ങ-ഓലനാണ്. ഓലൻ മിക്കവാറും എല്ലാവരുടെയും ഫേവറേറ്റായ ഒരു ഐറ്റം തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇതിനായി ആദ്യം തന്നെ 1 കിലോ വലിപ്പത്തിലുള്ള ഒരു കുമ്പളങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങ എടുക്കുമ്പോൾ അധികം മൂത്ത് പോകാത്ത ഇളം കുമ്പളങ്ങ ആയിരിക്കണം നമ്മൾ ഓലന് വേണ്ടി എടുക്കേണ്ടത്. അത് തൊലി കളഞ്ഞ് ഇതേപോലെ നേർത്ത കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി ഇവിടെ എടുത്തിരിക്കുന്നത് 3 നേന്ത്രക്കായയാണ്. വലിയ കായയൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാകും. ഇതിൻ്റെ തൊലി മുഴുവനായും കളഞ്ഞെടുക്കാം. അതിനുശേഷം വട്ടത്തിൽ നേരിയ കഷ്ണങ്ങളെ ഇതുപോലെ മുറിച്ചെടുക്കാം. 2-3 പ്രാവശ്യം കഴുകി കായയുടെ കറയൊക്കെ കളഞ്ഞതിന് ശേഷം കുമ്പളങ്ങയുടെ ഒപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 100 ഗ്രാമോളം പയറാണ്. അതും നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം. കൂടെ 4 പച്ചമുളകും നെടുകെ കീറിയിടാം. ഇനി 1.5 ടീസ്പൂൺ ഉപ്പും 1.5 കപ്പ് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഈ കഷ്ണങ്ങൾ നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു വിസിലാവുമ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വരും. ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ പാതി വെന്ത് വന്നിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1ാം പാലും 2ാം പാലും തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വലിയ തേങ്ങയിൽ നിന്നുമാണ്. അതിനുശേഷം വീണ്ടും നമുക്ക് ഒരു 7 മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ 2ാം പാലും വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1.25 കപ്പ് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഈ 1ാം പാൽ ചേർത്തതിന് ശേഷം തിളച്ചു പോകാൻ പാടില്ല. ഇതൊന്ന് ചെറുതായി ചൂടായാൽ മാത്രം മതി. ഇതേപോലെ ചെറുതായി ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർക്കാം. എന്നിട്ട് ഇത് അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ മലബാർ സ്പെഷ്യൽ ഓലൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതേപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കണം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല ഓണം റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.